ഖസാക്കിന് മുമ്പും ശേഷവും എന്ന് മലയാള സാഹിത്യത്തെ വേർതിരിച്ച അതുല്യ രചയിതാവ് ഒ.വി. വിജയന്റെ ഓർമ്മകൾക്കിന്ന് 19 വയസ്സ്. മലയാളത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത സാഹിത്യകേസരിയുടെ ജീവിതത്തിന് 2005 മാർച്ച് 30 പൂർണ്ണ വിരാമമായെങ്കിലും ആ രചനകൾ ഇന്നും മലയാള മനസ്സിൽ മഷി ഉണങ്ങാതെ ജീവിക്കുകയാണ്. ഖസാക്കിന് ജീവൻ നൽകിയ പാലക്കാട്ടെ തസ്രാക്ക് എന്ന ഗ്രാമവും ആ ജീവിതത്തെ ഓർത്തെടുക്കുകയാണ്. ഓട്ടുപുലായ്ക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന ഒ.വി. വിജയൻ. ജനനം പാലക്കാട്ടുകാരനായി തന്നെ 1930 ജൂലൈ 2 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി യൗവനത്തിൻ്റെ പാച്ചിലാരംഭിച്ചെങ്കിലും താനൊരു നല്ല അധ്യാപകനല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ജോലി ഉപേക്ഷിച്ചു. പേനയോടും കടലാസിനോടും ചങ്ങാത്തം കൂടിയത് പിന്നീടാണ്. ശങ്കേഷ് വീക്കിലിയിലും പേട്രിയറ്റ് ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി ജോലി ചെയ്തു. 1967 മുതൽ സ്വതന്ത്ര പത്രപ്രവർത്തകന്റെ വേഷമണിഞ്ഞു. അടിയന്തരാവസ്ഥ ഉൾപ്പെടെയുള്ള സാമൂഹിക അനിശ്ചിതാവസ്ഥകൾക്കും അനീതികൾക്കുമെതിരെ കാർട്ടൂണുകളിലൂടെയും രചനകളിലൂടെയും നിശിത വിമർശനങ്ങൾ ഒ.വി. വിജയൻ നടത്തി. 1969 പിറവികൊണ്ട ഖസാക്കിൻ്റെ ഇതിഹാസം മലയാള സാഹിത്യത്തിൽ ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഖസാക്കിന് മുമ്പുള്ള രചനകളല്ല ഖസാക്കിന് ശേഷം മലയാള സാഹിത്യം കണ്ടത്. ക്ഷുഭിതനായ യൗവനത്തിൻ്റെ തീക്ഷ്ണത ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പ്രകടമായപ്പോൾ പിന്നീടുള്ള ഗുരുസാഗരം, പ്രവചനത്തിൻ്റെ വഴി, തലമുറകൾ തുടങ്ങിയ രചനകളിൽ കണ്ടത് ഒ.വി. വിജയനിലെ അതീന്ദ്രിയവാദിയെ. ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, വർഗസമരം, സ്വത്വം, അങ്ങനെ പിന്നീട് പിറന്നത് കാലാതീതമായ നിരവധി രചനകൾ. കാർട്ടൂണുകളും ആക്ഷേപഹാസ്യങ്ങളും സ്മരണകളുമെല്ലാം ഒ.വി. വിജയൻ എന്ന പ്രതിഭയുടെ വിലാസമായി ഇന്നും സാഹിത്യലോകത്ത് വിളങ്ങുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, വയലാർ മുട്ടത്തുവർക്കി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ എന്നീ ബഹുമതികൾ ആ സാഹിത്യമന്നനെ തേടിയെത്തി. 2003 രാജ്യം പത്മഭൂഷൺ നൽകിയും ആ രചനാ വൈഭവത്തെ ആദരിച്ചു. വരികളും ആശയങ്ങളും അവസാനിക്കാത്ത തൂലിക നിലത്തുവെച്ചത് 2005 ഇന്നേ ദിവസം. പാർക്കിൻസൺ രോഗം ബാധിച്ച ശരീരം ഇഹലോകം വെടിഞ്ഞു. ഒ.വി. വിജയൻ്റെ ഓർമ്മകളിൽ ഇന്നും ജീവിക്കുന്ന മണ്ണാണ് പാലക്കാട് തസ്രാക്ക്. ഖസാക്കിൻ്റെ ഇതിഹാസമെന്ന ഇതിഹാസ കാവ്യത്തിന് ജന്മം നൽകിയ മണ്ണ്. ഇന്നും കനാൽ പാലത്തിനടുത്തുള്ള വലിയ ആൽമരത്തിന് മുന്നിലെത്തുമ്പോൾ ഖസാക്കിൻ്റെ കഥാപാത്രങ്ങൾ നമ്മെ സ്വീകരിക്കാനെത്തും. മൈമൂനയും നൈസാമലിയും അള്ളാപ്പിച്ച മൊല്ലാക്കയും എല്ലാമായി കൂറ്റൻ കമാനം. വന്നെത്തുന്നവർക്ക് വിശ്രമിക്കാനായി കനാലിനോട് ചേർന്ന് വഴിയമ്പലം. അതും കടന്ന് നീണ്ട പാത താണ്ടിച്ചെന്നാൽ ആ ഞാറ്റുപുര കാണാം. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ ഒരു വിത്ത് അദ്ദേഹത്തിന് ഈ തസ്രാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭൂമിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം ഡൽഹിയിലെത്തി വളരെ നീണ്ട 12 വർഷങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം അത് പിന്നീട് ഖസാക്കിൻ്റെ ഇതിഹാസം എന്നുള്ള ഒരു കൃതിയായിട്ട് വികസിപ്പിച്ചെടുക്കുന്നതിൽ പിന്നിൽ 12 വർഷത്തെ ഒരു വലിയ അധ്വാനമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയ വിത്തിനെ പിന്നീട് അദ്ദേഹം വളരെ കാലമെടുത്ത് മുളപ്പിച്ചെടുത്തതാണ് ഇന്ന് സാഹിത്യലോകത്തെ മഹാവൃക്ഷമായി ഈ ഖസാക്ക് നിലനിൽക്കുന്നത്. ആ തരത്തിലാണ് ഇന്നും ആ ഞാറ്റുപുരയും ഒ.വി. വിജയൻ്റെ ഓർമ്മകളും ഇവിടെ കെടാതെ സൂക്ഷിക്കുന്നു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ തസ്രാക്കിലെ ഒ.വി. വിജയൻ സ്മാരകം സംരക്ഷിച്ചു പോരുന്നു. ദിനംപ്രതി നിരവധി സന്ദർശകർ തസ്രാക്കും ഒ.വി. വിജയൻ്റെ ഓർമ്മകളും അനുഭവിച്ചറിയാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അനുരാഗിനൊപ്പം ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.